ഭക്ഷണമാണ് ഭാഷണത്തെ സൃഷ്ടിക്കുന്നത്. നമ്മൾ എന്താണോ ആമാശയത്തിലേക്ക് സംസ്കരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ ആശയങ്ങൾ മാറുന്നത്. എന്താണോ നമ്മൾ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഭാഷിക്കുന്നത്. ഭക്ഷണവും ഭാഷണവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അണ്ടറിലായിരിക്കണം ദഹനേന്ദ്രിയം വർക്ക് ചെയ്യുന്നത്. നാവിലേക്ക് വെക്കുന്നതിന് മുമ്പ് ത്വക്കിന്ദ്രിയമായിരിക്കുന്ന ചുണ്ട് ഓപ്പൺ ആവണതിന് മുമ്പ് വാവ് പൊളിക്കുന്നതിന് മുമ്പ് നമ്മൾ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ സമ്മതം വാങ്ങിച്ചുകൊണ്ട് വേണം അത് കഴിക്കാൻ. എന്തും നമ്മൾ നാവിൽ വന്നു കഴിഞ്ഞാലും ചുണ്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ അത് പുറത്തേക്ക് വിടരുത്. ഏത് ഭാഷണം നടത്തിയാലും ഇത് ഇപ്പോൾ ഉചിതമാണോ, അത് എനിക്ക് പറയേണ്ടതുണ്ടോ, ഞാൻ പറഞ്ഞാൽ ഞാൻ ജ്ഞാനേന്ദ്രിയത്തോടൊന്ന് ചോദിക്കുക. നമ്മുടെ ബ്രെയിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിൻ്റെയും ക്രിയേറ്റീവ് ഹെഡ് ബ്രെയിൻ ആയതുകൊണ്ട് നമ്മളെല്ലാം ബ്രെയിനോട്, നമ്മളെ ജ്ഞാനശക്തിയോട് ചോദിച്ച് സമ്മതിച്ച് വേണം നമ്മളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്താൻ. നമ്മളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇച്ഛയുടെ കൂടല്ല, ബ്രെയിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വർക്ക് ചെയ്യുന്നതാവണം മനസ്സ്. ഇച്ഛാശക്തിയാണ് മനസ്സ്. ആരുടെ ഇച്ഛയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബ്രെയിൻ്റെ ഇച്ഛയാണ് മനസ്സ് ചെയ്യേണ്ടത്. മനസ്സിൻ്റെ ഇച്ഛയല്ല ബ്രെയിൻ ചെയ്യേണ്ടത്. മനസ്സ് എന്ന് പറയുന്നത് ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തി ജ്ഞാനശക്തിയിൽ നിന്നും ജനിക്കുന്നതാവണം. അപ്പോൾ മാത്രമാണ് നമ്മൾ അവതാരങ്ങളാകുന്നത്.